ഹലോ മച്ചമ്മരെ. അപ്പം നമ്മുടെ എമ്പുരാൻ്റെ മച്ച് വെയ്റ്റഡ് ട്രെയിലർ റിലീസായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യും. അപ്പം ഇവിടെ രാത്രി 2:30 അലാം വെച്ച് എണീറ്റ് നമുക്ക് ട്രെയിലറൊക്കെ കാണണം, അത് റിയാക്ഷൻ ചെയ്യണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് എങ്ങനെയോ ലീക്കായെന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ കേട്ടറിവാണ്. അപ്പം അങ്ങനെ ട്രെയിലർ റിലീസായി. എന്താ പറയുന്നത്, കറക്റ്റ് ടൈമിൽ ഞാൻ ഡ്യൂട്ടിയിലും. പിന്നെ എങ്ങനെയോ ഓടിച്ചൊക്കെ ട്രെയിലർ കണ്ടു. പക്ഷെ അങ്ങോട്ട് സംതൃപ്തി വന്നില്ല. നമുക്ക് ആ ട്രെയിലർ കണ്ട് സമാധാനത്തോടെ ഇരുന്ന് കാണാത്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വന്നില്ല. അതിനായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ പാതിരാത്രിയായി. ഇപ്പം ജസ്റ്റ് ഫ്രഷൊക്കെ ആയി ജസ്റ്റ് ഒന്ന് സമാധാനപൂർവ്വം ഈ ട്രെയിലർ കാണാമെന്ന് വെച്ചു. അതേ സമയത്ത് തന്നെ നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ മോഹൻലാൽ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. കുഞ്ഞിലേ മുതലേ ലാലേട്ടൻ്റെ ഒരു വലിയ ഫാനാണ്. എവിടെയാണെങ്കിലും നമ്മൾ ലാലേട്ടൻ പടങ്ങൾക്ക് ആദ്യമേ പോകാറുണ്ട്. തന്നെയല്ല, കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകാറുണ്ട്. അതുപോലെ ഈ വർഷവും നമ്മൾ ഇവിടെ ഒരു വലിയൊരു ഫാൻ ഷോ പ്ലാൻ ചെയ്തു. നമുക്ക് ട്രെയിലറിലോട്ട് പോകാം. ട്രെയിലർ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. പക്ഷേ പക്ക എക്സൈറ്റഡ് ആണ്. നമ്മൾ ട്രെയിലർ കണ്ടെങ്കിലും എത്ര പ്രാവശ്യം ലാലേട്ടനെ കണ്ടാലും നമുക്ക് മതിയാകുമോ? അതുപോലെ ഇങ്ങനത്തെ ഒരു പടത്തിൽ. അപ്പം നമ്മുടെ സമാധാനത്തോടെ നമ്മുടെ ട്രെയിലർ ഒന്നുകൂടെ കാണാം അല്ലേ? വാ. ലൈക്ക എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് ഗോകുലം എന്റെ മക്കൾ. മൂവീസ്, ആശീർവാദ്. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ, ഈ സംസ്ഥാനത്തിനെ ചോവിന് വേറെ നിരന്തരം ലെവലെ. വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ സുരാജ്, ബൈജു എല്ലാവരും വരട്ടെ. और राजनीति एक धंधा है हमारे देश में. ഇതൊക്കെ ഫ്രെയിമാ. അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होती, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽ, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേൾക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Now you're going live. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്. ഓ മൈ ഗോഡ്. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്. On the point. ലാലേട്ടൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവിയല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ട് എപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. വേറെ ലെവല്. എബ്രാഹിം ഖുറേഷി. Face the world around. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. പൃഥ്വിരാജ്. Sorry, സെയ്ദ് Masood. മസൂദ്. ഒന്നു പോലെ വേറെ ലെവലാ സാധനം We have to end വന്നിരിക്കുന്നത്. this war. So Stephen, come back. Save your man. Save God's soul country. സേവ് ഗോഡ് സൺ. യെസ്, ശിവച്ചായൻ തിരിച്ചു വന്നിരിക്കുന്നു. കിടിലം മേക്കിംഗ്. എന്നെ പവറാണോ പവർ. പട്ടപ്പട്ടാന്ന് പറഞ്ഞോണ്ടാ നോൺ മാക്സിന്റെ കട്ട്. But answer this one question. Who are you really? ലൂസിഫർ.
ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓ മോനെ, ലാലേട്ടന്റെ സൈഡിൽ കൂടെ ആ ഫ്രെയിം ഉണ്ടല്ലോ, പൃഥ്വിരാജ് ഇങ്ങോട്ട് വരുന്നത്. ഐമാക്സ്. സോ മോസ്റ്റ് വെയിറ്റഡ് ഫിലിമിൻ്റെ ട്രെയിലർ, നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ട്രെയിലർ. അത്രയേറെ ഇപ്പം മൊത്തത്തിൽ നല്ലൊരു വ്യൂവേഴ്സും അതുപോലെ തന്നെ കമൻസും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതല്ലേ. ലാലേട്ടനെ ഇങ്ങനെ കാണാനാണ് നമുക്കിഷ്ടം. ഒരുപാട് പടത്തിന് നമ്മൾ പോകുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, തിയേറ്റർ ഒരു പൂരപ്പറമ്പാക്കാൻ പറ്റുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. അടിപൊളിയായിട്ട് ട്രെയിലർ, നിങ്ങളൊരു കാര്യം ഓർക്കണം, 3 മണിക്കൂർ പടമാണ്, 4 മിനിറ്റ് ട്രെയിലർ. അപ്പം 4 മിനിറ്റ് ട്രെയിലർ, സാധാരണ ഒരു സിനിമയുടെ ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5-2 മിനിറ്റ് മാക്സിമം. സോ 4 മിനിറ്റ് ട്രെയിലർ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിൻ്റെ കോൺഫിഡൻറ്റ്, അപ്പോൾ അതിനും മാത്രം സ്റ്റഫ് ഉണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് നമുക്ക് അറിയാം, ലൂസിഫർ കണ്ടതാണ്, അതിന് മുമ്പേ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ലൂസിഫറിനകത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റിൽ ചെയ്തു തന്നതാണ്. അപ്പം നിങ്ങൾ വലിയ കഥ മറ്റേതേ മറിച്ചാന്നൊന്നും പറഞ്ഞ് വരരുതേ ആരും, കാരണം ഈ ട്രെയിലറിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അബ്രാം ഖുറേഷിയുടെ ഒരു ലോഗോ, പിന്നെ സയ്യിദ് മസൂദിൻ്റെ ഒരു ലോഗോ ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം മുണ്ടുടുത്ത ലാലേട്ടൻ തിരിച്ച് കേരളത്തിലോട്ടും വരുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഫാൻസിന് പൂരപ്പറമ്പാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ ഡാലസിൽ ഒരു വമ്പൻ ഫാൻ ഷോ ആണ് പ്ലാൻ ചെയ്തത്. അത് ഒരു 600-700 പേർക്ക് ഒരു തിയേറ്ററിൽ ഒരേ ടൈമിൽ നമ്മൾ ഫാൻ ഷോ വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാമൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്, ലാലേട്ടൻ ഫാനായ ഒരു ഫാൻ ബോയിയെ സംബന്ധിച്ചിടത്തോളം സിനിമാർക്കിൽ നിന്ന് ഞങ്ങൾക്ക് 500 ടിക്കറ്റ് ഒരുമിച്ച് മേടിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ലൈഫിൽ ഇനിയും കിട്ടുമോ എന്നറിയില്ല, പക്ഷേ അത് കിട്ടി. സന്തോഷം. അപ്പം എല്ലാവരും ഫാൻ ഷോയ്ക്ക് വരിക, നമുക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ എന്തൊക്കെയോ സർപ്രൈസ് എലമെൻറ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പം കൂടുതലൊന്നും പറയും, നമുക്ക് വെയിറ്റ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 27-ാം തീയതി എത്രയും പെട്ടെന്നായാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് പടം പൊളിച്ചേക്കാം.